ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UPSC നടത്തുന്ന 2024 സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിലിംസ് മെയിൻസ് പ്രിപ്പറേഷൻ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. സോ എന്താണ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ മനസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് വരാം. എന്താണ്, നമ്മൾ ആദ്യം പ്രിലിംസിൽ ഫോക്കസ് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് മെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ പ്രിലിംസ് പാസ്സായി പക്ഷെ മെയിൻസിൽ ഫെയിൽ ആയ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കുറെ ഡൗട്ട്സ് എപ്പോഴും ഉണ്ടാവും നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവും. സോ എന്താണ്, ഈ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ആദ്യം തന്നെ പ്രിലിംസ് എക്സാമിനേഷന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ പ്രിലിംസ് എക്സാം എങ്ങനെയുള്ളതാണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് MCQs 4 ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അതെന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് പ്രിലിംസ് എക്സാം വരുന്നത്. പ്രിലിംസ് എക്സാമിനേഷന് 2 പേപ്പറാണ് വരുന്നത്. GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. GS പേപ്പർ 1 കറണ്ട് അഫയേഴ്സ്, പൊളിറ്റി, അങ്ങനെയുള്ള കുറെ സബ്ജക്ട്സ് ആണ് വരുന്നത്. ഇനിയിപ്പോ GS പേപ്പർ 2 വരുമ്പോൾ അത് CSAT ആണ്. അതൊരു ക്വാളിഫയിങ് ടൈപ്പ് പേപ്പർ ആണ്. അതായത് 33% മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് CSAT പാസ്സാവും. അത്യാവശ്യം നല്ലൊരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആണ് ഇത് UPSC CSAT പേപ്പർ, അതായത് GS പേപ്പർ 2 എന്ന് പറയുന്നത്. ഇനിയിപ്പോ മെയിൻസ് എക്സാമിന്റെ നേച്ചർ എന്താണ്, മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് അവിടെ എന്ത് പേപ്പർ ഉണ്ട്, essay പേപ്പർ ഉണ്ടാവും, പിന്നെ ലാംഗ്വേജ് പേപ്പർ, ഇംഗ്ലീഷും ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവും, പിന്നെ ഓപ്ഷണലിന്റെ 2 പേപ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ GS1, GS2, GS3, GS4. ഇങ്ങനെ ഇതെന്താണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇത്രയൊക്കെ പേപ്പേഴ്സ് ആണ് എവിടെ വരുന്നത്, നമ്മുടെ മെയിൻസ് എക്സാമിനേഷനിൽ വരുന്നത്. പിന്നെ സിലബസ് വരുമ്പോൾ പ്രിലിംസിന്റെ സിലബസ് എങ്ങനെയാണ്, വൈഡർ സിലബസ് ആണ്. ഓക്കെ, ഇന്ന സബ്ജക്ട് പഠിക്കണം എന്ന് മാത്രമേ എവിടെ കൊടുത്തിട്ടുള്ളൂ, പ്രിലിംസിന്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. മെയിൻസിന്റെ സിലബസിൽ അങ്ങനെയല്ല, എന്ത് പഠിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഡീപ്പായിട്ട് പഠിക്കണം എന്നൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രിലിംസിന്റെ സിലബസ് എങ്ങനെ പഠിക്കുക, മെയിൻസിന്റെ സിലബസ് നോക്കിയിട്ട് വേണം പ്രിലിംസിന് ഓരോ കാര്യങ്ങളും ഓരോ സബ്ജക്ട് നമ്മൾ പഠിക്കാനായിട്ട്. ഇനിയിപ്പോ പ്രിലിംസ് എക്സാം എഴുതുന്ന ടൈമിൽ നമുക്ക് ഏതൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, സ്പീഡ് പ്ലസ് അക്യുറസി, സ്പീഡും വേണം, അതുപോലെ തന്നെ എന്താണ്, കൃത്യതയും ഉണ്ടായിരിക്കണം. ഇനി മെയിൻസ് എക്സാമിന്റെ കാര്യത്തിൽ എന്താണ്, ഏതൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, റൈറ്റിംഗ് പ്ലസ് ക്രിട്ടിക്കൽ തിങ്കിങ്, റൈറ്റിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലും നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം. ഓക്കെ, പ്രിലിംസ് എക്സാമിന്റെ നേച്ചർ എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. മെയിൻസ് എക്സാമിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഇനി സിലബസ്, പ്രിലിംസിന്റെ സിലബസ് വൈഡർ ആണ്, മെയിൻസിന്റെ സിലബസിൽ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പോയി പഠിക്കേണ്ട കാര്യമുണ്ട്. ഇനിയിപ്പോ പ്രിലിംസിലാണെങ്കിൽ ഏതൊക്കെ സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്, സ്പീഡ് പ്ലസ് അക്യുറസി ആണ്. ഇനിയിപ്പോ മെയിൻസിന്റെ സിലബസിലേക്ക് വരുമ്പോൾ, ഓക്കെ, മെയിൻസിന്റെ കാര്യത്തിൽ ഏത് സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്, റൈറ്റിംഗ് പ്ലസ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് നോക്കാം. പ്രിലിംസ്, അതായത് ഈ മാസമാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതായത് NCERT ഒക്കെ പഠിച്ചു, നമ്മൾ ഈ മാസം തന്നെ സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് കടക്കുവാന്ന് വെച്ചോ. ഓക്കെ, ഏപ്രിലിൽ ഞാൻ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കാൻ തുടങ്ങി. എന്ന് വരെ പഠിക്കണം, നെക്സ്റ്റ് ഇയർ, അതായത് മെയിലാണ് നമുക്ക് എക്സാം വരുന്നത്. ആ ഒരു ടൈം വരെ പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ മാസവും എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഇനിയിപ്പോ മെയിൻസിന്റെ കാര്യത്തില് ഈ മാസം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുക. അതായത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചെറിയ രീതിക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതി നോക്കുക. ഒരാഴ്ചയിൽ ഒരു 2 ആൻസർ വീതം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തിയിരിക്കുക. അങ്ങനെ എന്ന് വരെ കൊണ്ടുപോകണം, ഒരു നവംബർ, ഈ ഒരു വർഷത്തെ നവംബർ മാസം വരെ എന്ത് ചെയ്യുക, മെയിൻസിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. അതിനുശേഷം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിൽ എന്ത് ചെയ്യുക, പ്രിലിംസിൽ ഫോക്കസ് ചെയ്യുക. മെയിൻസിന്റെ പ്രിപ്പറേഷൻ അവിടെ നിർത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രിലിംസിൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം പ്രിലിംസ് എക്സാം എഴുതി ജയിച്ചത് കഴിഞ്ഞ് മാത്രം എന്ത് കൊണ്ടുവന്നാൽ മതി, പിന്നെ മെയിൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോയാല് മതി. പക്ഷെ എപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, പ്രിലിംസ് എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, മെയിൻസിന്റെയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം.
ഇത്രയും കാര്യമുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രിലിംസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ മെയിൻസ് എക്സാമിനേഷനും നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കണം. അതായത് എന്ത് ചെയ്യണം? ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തിയിരിക്കണം. ആഴ്ചയിൽ ഒരു 2 ആൻസേഴ്സ് വീതം എന്ത് ചെയ്യുക? എഴുതി നോക്കുക. ആ ഒരു രീതിക്ക് പോയാൽ മെയിൻസിന്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. ഓക്കെ. പിന്നെ റിസോഴ്സസ് കറണ്ട് അഫയേഴ്സിന്റെ റിസോഴ്സ് ചോദിച്ചിരുന്നു. എന്താണ്? ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസും. ഏറ്റവും കൂടുതൽ UPSC ആസ്പിറൻസ് യൂസ് ചെയ്യുന്ന 2 ന്യൂസ് പേപ്പേഴ്സ് ആണ് ഏത്? ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇത് രണ്ടിലെ ഏതാണ്? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വായിക്കുക. പിന്നെ ഏതാണ്? മന്ത്ലി മാഗസീൻസ്, കുരുക്ഷേത്ര, യോജന പോലുള്ള മന്ത്ലി മാഗസീൻസും ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഇത്രയും കാര്യം എന്തിനു വേണ്ടി ചെയ്താൽ മതി? CAക്ക് വേണ്ടിയിട്ട് ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ബുക്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ബുക്ക് ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോട്ട്സ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് UPSC പ്രിപ്പറേഷനിലെ ടൈം മാനേജ്മെന്റ്. പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓർക്കേണ്ട ഒരു കാര്യം, പ്രിലിംസിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക? ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും കൊണ്ടുപോവുക. മെയിൻസിന്റെ പ്രിപ്പറേഷനും തുടങ്ങുക. എന്നിട്ട് ഒരു നവംബർ മാസം വരെയൊക്കെ എന്ത് ചെയ്യുക? മെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോവുക. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാവും. ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസങ്ങളിൽ എന്ത് ചെയ്യുക? പ്രിലിംസിന്റെ പ്രിപ്പറേഷനിൽ തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ എന്താണ്? നമുക്ക് പ്രിലിംസ് എക്സാം വരുവാണ്. അപ്പൊ എന്ത് ചെയ്യുക? അധികം നമ്മൾ മെയിൻസിൽ നോക്കണ്ട. എന്നിട്ട് അതിനുശേഷം എക്സാം ജയിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും മെയിൻസ് പഠിച്ചു നോക്കുക. പിന്നെ നമുക്കൊരു 3 മാസം ടൈം ഉണ്ടാവും മെയിൻസിന് വേണ്ടിയിട്ട്. 3 അല്ലെങ്കിൽ 2 മാസം ടൈം ഉണ്ടാവും. ആ ഒരു ടൈമിൽ വീണ്ടും മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നല്ല രീതിക്ക് എക്സാം എഴുതുക. ഓക്കെ. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഇഗ്നോറിംഗ് മെയിൻസ് ടിൽ പ്രിലിംസ് ഈസ് ഓവർ. അതായത് പ്രിലിംസ് കഴിയുന്നവരെ മെയിൻസിനെ ഇഗ്നോർ ചെയ്യുന്നത്, മെയിൻസിന്റെ പ്രിപ്പറേഷൻ നടത്താതിരിക്കുന്നതൊക്കെ എന്താണ്? വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. സോ എന്ത് ചെയ്യുക? പ്രിലിംസിന്റെ കൂട്ടത്തിൽ തന്നെ മെയിൻസിനും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രിലിംസ് കഴിയുന്നവരെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഇഗ്നോർ ചെയ്യാണ്ടിരിക്കുക. മാക്സിമം എല്ലാവരും അങ്ങനെ ചെയ്യുക. പിന്നെ എന്താണ്? ഈ വർഷമൊക്കെ എക്സാം എഴുതാനായിട്ട് രണ്ടിനും പ്രിപ്പയർ ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക? പ്രിലിംസ് തന്നെ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം മെയിൻസ് പഠിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് CAക്ക് ഒത്തിരി റിസോഴ്സസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. 1-2 റിസോഴ്സസ് മതി. അതായത് ഏതെങ്കിലും ഒരു മന്ത്ലി മാഗസീൻ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസോ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുക. ഓക്കെ. ഇത് 2 കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ഒത്തിരി എന്ത് ചെയ്യുക? ന്യൂസ് പേപ്പർ വായിച്ചു, പല അക്കാദമീസിന്റെ നോട്ട്സ് വാങ്ങി അങ്ങനെയെല്ലാം പഠിക്കേണ്ട കാര്യമില്ല. നോട്ട്സ് മാക്സിമം എന്ത് ചെയ്യുക? CAയുടെ നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം. പ്രിലിംസിന് ഉള്ള രീതിക്ക് മാത്രമല്ല എന്ത് ചെയ്യുക? പ്രിലിംസിനും മെയിൻസിനും യൂസ് ആവുന്ന രീതിക്ക് വേണം CAയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യുക? 1-2 റിസോഴ്സസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ. മെയിൻസിന്റെ ആയിക്കോട്ടെ പ്രിലിംസിന്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് റിവിഷൻ. അതായത് നമ്മൾ ഒരു 70% ടൈം പഠിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ എന്താണ്? ഒരു 30% ടൈം നമ്മൾ റിവിഷന് വേണ്ടിയിട്ടും കൂടെ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. പഠനത്തിന് വേണ്ടിയിട്ട് ഒരു 70% ടൈം വേണം. പിന്നെ എന്താണ്? പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു 70%. പിന്നെ വരുന്ന ഒരു 30% എന്തിനു വേണ്ടിയിട്ടുള്ള ടൈമാണ്? റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. പ്രോപ്പർ ആയിട്ട് ഒരു റിവിഷൻ ഉണ്ടാവണം. എക്സാമിന് മുന്നേ ഒരു 4-5 ടൈം എന്ത് ചെയ്തിരിക്കണം? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നടത്തിയിരിക്കണം. ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, പിന്നെ എക്സാമിന് മുന്നേ ഒരു 2 റിവിഷൻ. ഇങ്ങനെ പോവുക. ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഉറപ്പായിട്ടും എക്സാം കൂടുതലും ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റും എന്താണ്? പിന്നെ റിവിഷന്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിൽ ഫോക്കസ് ചെയ്യാന്നുള്ള കാര്യം മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. എന്ത് ചെയ്യുക? പ്രിലിംസിന്റെ കൂട്ടത്തിൽ തന്നെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താണ്? നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. പ്രിലിംസിനും മെയിൻസിനും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
സോ എന്താണ്, നോട്ട്സ് മാത്രമല്ല ഗൈഡൻസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.